നമുക്ക് സ്റ്റാച്ചു കളിച്ചാലോ? സ്റ്റാച്ചു ഇളകല്ലേ, ഇളകിയാ പോയി, ഇളകിയാൽ ഔട്ടായി. സാധാരണ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ അതിൽ ക്രെഡിറ്റ്സ് കൊടുക്കാനായിട്ട് ആ സീൻ ഇതുപോലെ ഫ്രീസ് ചെയ്യാറുണ്ട്. ഇതെന്തോ അന്ന് ഫ്രീസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ, ഇനി അതല്ല പുതിയൊരു ട്രെൻഡ് കൊണ്ടുവരാൻ വേണ്ടി ഇവരെല്ലാവരും ഇതിങ്ങനെ നിന്നതാണോ എന്നൊന്നും അറിയില്ല. നമുക്കിതൊക്കെ വളരെ സിമ്പിളായിട്ട് ക്യാപ്കട്ടിൽ ചെയ്യാം. എങ്ങനെയാണ് അപ്പോൾ ഒരു സീൻ ഫ്രീസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ നമ്മുടെ ടൈം ലൈനിലേക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഈ മനുഷ്യൻ്റെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓടുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പോർഷൻ വെച്ചിട്ട് ഇയാളൊന്ന് ഫ്രീസ് ചെയ്യണം, അതായത് ഇളകാതെ നിർത്തണം. നേരത്തെ അങ്ങനെ ഓട്ടം നമുക്കിങ്ങനെ ഫ്രീസ് ചെയ്തപോലെ അഭിനയിക്കാൻ പറ്റില്ല. അഭിനയിക്കാൻ പറ്റുമില്ല എന്നല്ല, ഇനി അതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ എഡിറ്റിങ്ങിൽ ഇത് ഫ്രീസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതേ ഈ വീഡിയോയുടെ ഇങ്ങനെ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ശേഷം ഇതിൽ തന്നെ ഇപ്പോൾ വിൻഡോസ് ക്യാപ്കട്ടിലാണെങ്കിൽ ഇതേവിടെ ഇങ്ങനെ ഒരു ഐക്കൺ കാണാം. ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ട് വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഈ ഒരു ഐക്കണിലാണ് കാണാൻ പറ്റുക. നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ കണ്ടോ ഒരു ഫ്രീസ് എന്ന് പറയുന്നത്, ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് ഇദ്ദേഹം ഫ്രീസ് ആവും. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കി എങ്ങനെയായിരിക്കും വരിക. ഇതും വേണ്ട, ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഈ പോർഷൻ വെച്ച് ഫ്രീസ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്നാപ്ഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതായത് എക്സാമ്പിൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ വെച്ച് നമ്മൾ ഇതിനെ ഇവിടെയുള്ള പ്ലെയർ ബട്ടണിൽ മുകളിൽ എക്സ്പോർട്ട് സ്റ്റിൽ ഫ്രെയിംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്താലും ഫ്രീസ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. അതായത് ആ പർട്ടിക്കുലർ സെക്കൻഡിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു ഇമേജ് കിട്ടും. അത് നമുക്ക് ഇവിടെ ഇട്ടാലും ഫ്രീസിങ് തന്നെയാണ് വരുന്നത്. ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഫ്രീസ് ചെയ്യുന്നതാണ്. ഇനി ഇത് എവിടെ ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. ഇപ്പോൾ ഈ കട്ട് ഔട്ട് ട്രാൻസിഷനൊക്കെ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് കട്ട് ഔട്ടായിട്ട് ട്രാൻസിഷൻ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഫ്രീസ് ഫ്രെയിം ഉപയോഗിക്കാം. നമുക്ക് ഇതിൽ നിന്നാണ് നമ്മൾ ആ ഇമേജിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ട്രാൻസിഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഫ്രീസ് ഫ്രെയിം നമ്മൾ ചെയ്യുന്നത്. ഇത് യൂസ്ഫുള്ളാണ്, സേവ് ചെയ്തോളൂ. ഇനി ആൻഡ്രോയിഡ് ക്യാപ്കട്ടിൽ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് ക്യാപ്കട്ടിലാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിന് താഴെ ഇങ്ങനെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറ്റത്തായിട്ട് ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇങ്ങനെയാണ് ഈ വീഡിയോ ഫ്രീസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെവല്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസിനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫ്രീസ് ഫ്രെയിം യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്രെയിം ഫ്രീസ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ ഇതിന് മുൻപത്തെ എപ്പിസോഡ്സ് കാണണമെങ്കിൽ എൻ്റെ ഈ ചാനലിൽ കയറി കഴിഞ്ഞാൽ മുമ്പത്തെ എപ്പിസോഡ്സിൻ്റെ ഷോർട്സ് ആയിട്ടായിരിക്കും. ഇനി അങ്ങോട്ട് ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിലേക്കും ബൈ.